നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനുശോചനത്തിന് പകരം മോട്ടിവേഷൻ. നവാസിന്റെ മരണത്തെക്കുറിച്ചുള്ള ആസിഫ് അലിയുടെ വാക്കുകൾക്ക് രൂക്ഷ വിമർശനം ഏറുകയാണ്. നടൻ നവാസിന്റെ മരണത്തെക്കുറിച്ചുള്ള ആസിഫ് അലിയുടെ വാക്കുകളെ വിമർശിച്ച സോഷ്യൽ മീഡിയ ഒരു ഉദ്ഘാടന ചടങ്ങിനിടെ കാണികൾക്ക് മോട്ടിവേഷൻ നൽകാനായി നവാസിന്റെ മരണം സംബന്ധിച്ച പരാമർശം നടത്തിയെന്നാണ് വിമർശകർ പറയുന്നത്. ആസിഫ് അലി സംസാരിക്കുന്നതിന്റെ വീഡിയോ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടാണ് ഇപ്പോൾ വിമർശനം ഉയർന്നു വരുന്നത്. തന്റെ സഹപ്രവർത്തകനായ നവാസിന്റെ പെട്ടെന്നുള്ള മരണം ഞെട്ടിച്ചെന്നും ജീവിതം ഇത്രയേ ഉള്ളൂ എന്നും അതിനാൽ ഉള്ള സമയം അടിച്ചുപൊളിക്കുക എന്നുമാണ് ആസിഫ് അലി പറഞ്ഞത്. ആസിഫ് അലി ഇത് പറഞ്ഞ രീതിയാണ് വിമർശനത്തിന് കാരണമായിട്ടുള്ളത്. അനുശോചനം അറിയിക്കുന്നതിന് പകരം നവാസിന്റെ മരണം ആസിഫ് അലി മോട്ടിവേഷൻ നൽകാനായി ഉപയോഗപ്പെടുത്തി എന്നാണ് വിമർശകർ പറയുന്നത്. നമുക്ക് ആ ഒരു ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഒരു കാര്യം ശരിക്കും എനിക്ക് ഇവിടെ പറയാം, ഈ ഒരു അവസരത്തിൽ പറയാമെന്ന് അറിയില്ല. ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തനായിരുന്ന, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവനായിരുന്ന കലാഭവൻ നവാസിന്റെ ഇന്നലെ രാത്രി മരണപ്പെട്ടു. വളരെ ഷോക്കിംഗ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് മനസ്സിലാണ്, നമുക്കറിയില്ല എന്താ നമ്മുടെ ലൈഫിൽ ഇനി അടുത്ത് സംഭവിക്കാൻ പോകുക. കാര്യം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അറിയില്ലായിരുന്നു ഇനി അദ്ദേഹത്തിനെ കാണില്ലെന്ന്. അപ്പൊ അത്രയും അൺസർട്ടനാണ് ജീവിതം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഉള്ള സമയം അടിപൊളിയാക്കുക, അല്ലേ? ഇക്കാര്യം ഈ വേദിയിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആസിഫ് അലി ഇത് പറഞ്ഞു തുടങ്ങുന്നത്. ഏവർക്കും പ്രിയപ്പെട്ട കലാഭവൻ നവാസ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടെന്നും തങ്ങൾ ഒരുമിച്ച് കുറെ ദിവസങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഇനി കാണാനാകില്ല എന്ന് കരുതിയതിലും ആസിഫ് അലി പറയുന്നു. അതിനുശേഷമാണ് നമുക്കൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നും അവിചാരിതമായ കാര്യങ്ങളോട് നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ നടക്കുന്നത്, അതിനാൽ ഉള്ള സമയം അടിച്ചു പൊളിക്കണമെന്നും ആസിഫ് അലി പറയുകയാണ്. വളരെ ശബ്ദമുയർത്തിയാണ് ആസിഫ് അലി ഈ ഭാഗം ഒക്കെ തന്നെ പറയുന്നത്. ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ജനങ്ങൾക്കിടയിൽ നിന്ന് ആർപ്പുവിളികളും കേൾക്കാമായിരുന്നു. ഈ രീതിയിൽ സംസാരിച്ചതാണ് ഇപ്പോൾ വിമർശനത്തിന് കാരണമായത്. ഈ സംസാരത്തിന്റെ വീഡിയോ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ കമന്റുകളുമായി പുതിയ പോസ്റ്റുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വിമർശനവും വരുന്നുണ്ട്. ആദരാഞ്ജലി പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരം മരണ വാർത്തകൾ പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ നൽകേണ്ടിയിരുന്നില്ല എന്നാണ് വിമർശനങ്ങളുടെ പൊതു സ്വഭാവം. ഈ അവസരത്തിൽ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നവരും ഏറെയാണ്. ആസിഫ് അലിയോട് ഉണ്ടായിരുന്ന ഇഷ്ടം ഇതോടുകൂടി ഇല്ലാതെയായി എന്ന് പറയുന്ന കമന്റുകളും സോഷ്യൽ മീഡിയയിൽ വ്യക്തമായി തന്നെ കാണാം. നവാസിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിന് പകരം അടിച്ചു പൊളിക്കാം, ജീവിതത്തിൽ അടിച്ചു പൊളിക്കുകയാണല്ലോ നല്ലത് എന്ന് പറയുന്നത് ഇത് വേണ്ടായിരുന്നു എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. പക്വതയില്ലാത്ത സംസാരമാണ് ആസിഫ് അലിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ആസിഫ് അലി പറഞ്ഞ കാര്യം ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ഇത്തരത്തിൽ കമന്റുകളുമായി വരുന്നത് എന്ന് വിമർശിക്കുന്നവരും കുറവല്ല. എന്തായാലും ആസിഫ് അലിയുടെ ഈ ഒരു വാക്ക്, അതായത് മരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, രംഗബോധമില്ലാത്ത കോമാളി തന്നെയാണ് മരണം. അതിനി പറഞ്ഞുകൊണ്ട് ജീവിതം അടിച്ചു പൊളിക്കൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല. എല്ലാ മലയാളികൾക്കും അറിയാം, അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും അറിയാം ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ മരണം നമ്മൾ വിളിക്കാത്ത ക്ഷണിക്കാത്ത അതിഥിയെ പോലെ കടന്നു വന്നേക്കാം. അതുവരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴും ജീവിതത്തിൽ അടിച്ചുപൊളി മാത്രം നടക്കുകയില്ലല്ലോ, പണമുള്ളവർക്ക് എന്തുമാകാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആസിഫ് അലിയുടെ വാക്കുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഒരുപക്ഷെ ആസിഫ് അലി സാധാരണഗതിയിൽ ആസിഫ് അലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തെറ്റുകൾക്ക് ക്ഷമാപണവുമായി രംഗത്ത് വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ നൽകാറുണ്ട്. ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിലും എക്സ്പ്ലനേഷൻ നൽകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെയാണ് കത്തിപ്പടരുന്നത്.